കണ്ണിന് പല്ലിന് പല്ല്. ഇത് കേവലം ഒരു പ്രതികാര മന്ത്രമല്ല, യുദ്ധം ചതിച്ചെറിഞ്ഞ ഒരു ജനതയുടെ അതിജീവനത്തിന്റെ അടയാളമാണ്. ലോകത്തിനു മുന്നിൽ അമേരിക്കയുമായി കൈകൊടുക്കുമ്പോഴും വിയറ്റ്നാം തങ്ങളുടെ മറുകൈയിൽ പഴയ യുദ്ധമുറകൾ ഇപ്പോഴും കരുതി വെച്ചിട്ടുണ്ട്. ചിരിച്ചുകൊണ്ടുള്ള നയതന്ത്രങ്ങൾ എത്രയുണ്ടായാലും വിയറ്റ്നാം ചുവരുകളിൽ പഴയ മുറിവുകളുടെ പാടുകൾ ഇന്നും ഉണങ്ങിയിട്ടില്ല. സൗഹൃദത്തിന്റെ പുറം ചട്ടയ്ക്കുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ചതിയുടെ വിത്തുകളെ അവർക്ക് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ ഓരോ അമേരിക്കൻ നീക്കത്തിനും കൃത്യമായ ചെക്ക് വിയറ്റ്നാം നേരത്തെ തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ സൗഹൃദം ഒരു ഉടമ്പടിയല്ല, മറിച്ച് വീണ്ടും വഞ്ചിക്കപ്പെടാതിരിക്കാനുള്ള ഒരു ജാഗ്രതയാണ്. അടിച്ചാൽ തിരിച്ചടിക്കാൻ മാത്രമല്ല, അടിക്കാതിരിക്കാൻ പഠിപ്പിക്കാനും വിയറ്റ്നാമിനറിയാം. കാരണം ചരിത്രം അവർക്ക് നൽകിയത് ഒരു ഓർമ്മപ്പെടുത്തലാണ്: വിശ്വസിക്കരുത്, കരുതിയിരിക്കുക. ഭാവിയിൽ ഉണ്ടാവുന്ന എല്ലാ സാധ്യതകളെയും കണക്കിലെടുത്ത് വിയറ്റ്നാം സ്വീകരിക്കുന്ന നിലപാട് ഈ രാജ്യത്തിന്റെ ചരിത്രം അറിയാവുന്നവർക്ക് സ്വാഭാവികമായൊരു രാഷ്ട്രീയ സമീപനമാണ്. അമേരിക്കയെ ഇന്നും സൂക്ഷ്മമായി വിലയിരുത്തുന്നത് വിയറ്റ്നാമിന്റെ ഭയമോ ദുരഭിമാനമോ അല്ല, മറിച്ച് അനുഭവങ്ങളിലൂടെ രൂപപ്പെട്ട ഒരു ചരിത്ര സ്മരണയുടെ തുടർച്ചയാണ്. ദീർഘവും രക്തപാകവും നിറഞ്ഞ യുദ്ധത്തിലൂടെ സ്വന്തം നിലനിൽപ്പ് ഉറപ്പാക്കിയ ഒരു ജനതയ്ക്ക് സൗഹൃദ പ്രഖ്യാപനങ്ങൾ മാത്രം തീരുമാനങ്ങളുടെ അടിസ്ഥാനമാവില്ല. പഴയ യുദ്ധകാലത്തെ കൈപ്പേറിയ ഓർമ്മകൾ ഇന്നും വിയറ്റ്നാമിന്റെ നയനിർണയങ്ങളിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട്. അത് ദൗർബല്യമല്ല, മറിച്ച് അത് മുൻകരുതലോടെയുള്ള രാഷ്ട്രീയ വിവേകമാണ്. അസോസിയേറ്റഡ് പ്രസ് ഉദ്ധരിച്ച റിപ്പോർട്ട് അനുസരിച്ച് 2024 ഓഗസ്റ്റിൽ വിയറ്റ്നാമിന്റെ പ്രതിരോധ മന്ത്രാലയം തയ്യാറാക്കിയ ഒരു ആഭ്യന്തര രേഖയിലാണ് ഈ നിലപാട് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. രണ്ടാം അമേരിക്കൻ അധിനിവേശ പദ്ധതി എന്ന പേരിലുള്ള ഈ രേഖ അമേരിക്ക വിയറ്റ്നാമിനെ നേരിട്ട് ആക്രമിക്കാനുള്ള സാധ്യത വളരെ കുറവാണെന്ന് അംഗീകരിക്കുമ്പോഴും അമേരിക്കയുടെ യുദ്ധ സ്വഭാവം രാജ്യത്തെ സ്ഥിരമായ ജാഗ്രതയിൽ നിർത്താൻ മതിയാകുന്നതാണെന്ന് വ്യക്തമാക്കുന്നു. മാത്രമല്ല, ചൈനയെയും വിയറ്റ്നാമിനെയും പോലുള്ള രാജ്യങ്ങൾ തങ്ങളുടെ താല്പര്യങ്ങൾക്ക് വഴങ്ങുന്നില്ലെന്ന് കാണുമ്പോൾ അവരെ വേട്ടയാടാൻ അമേരിക്ക പുതിയ യുദ്ധമുറകൾ പുറത്തെടുക്കുന്നു. ഈ ചതിക്കുഴികളെ തിരിച്ചറിഞ്ഞ് സ്വന്തം പരമാധികാരം സംരക്ഷിക്കാൻ ഈ രാജ്യങ്ങൾ ഒന്നിച്ചു നിൽക്കേണ്ടതുണ്ടെന്ന വസ്തുതയാണ് ഈ വെളിപ്പെടുത്തലുകൾ അടിവരയിടുന്നത്. ഈ സംശയങ്ങളുടെ അടിത്തറയിൽ വിയറ്റ്നാമിന്റെ സ്വന്തം ചരിത്രം തന്നെയുണ്ട്. അമേരിക്കയുമായി നേരിട്ട് ഏറ്റുമുട്ടി, അതിജീവിച്ചു. അങ്ങനെ സ്വാതന്ത്ര്യം കാത്തുപോന്ന ഒരു രാജ്യമാണിത്. ആ അനുഭവം വിയറ്റ്നാമീസ് ഭരണകൂടത്തിന്റെ സ്ഥാപനാപരമായ ഓർമ്മയിൽ ഇന്നും ശക്തമായി ജീവിക്കുന്നു. 2023 ബന്ധങ്ങൾ ഔദ്യോഗികമായി ഉയർന്ന നയതന്ത്ര തലത്തിലേക്ക് എത്തിച്ചുവെന്ന പ്രഖ്യാപനങ്ങൾ ഉണ്ടായിട്ടും വാക്കുകളേക്കാൾ ശക്തമാണ് ചരിത്രം പഠിപ്പിച്ച പാഠങ്ങൾ. വിയറ്റ്നാമിന്റെ കാഴ്ചപ്പാടിൽ സൗഹൃദം വിശ്വാസത്തിന്റെ അന്തിമ തെളിവല്ല, അത് പരീക്ഷിക്കപ്പെടേണ്ട ഒരു അവസ്ഥയാണ്. സ്വാതന്ത്ര്യം, ജനാധിപത്യം, മനുഷ്യാവകാശങ്ങൾ തുടങ്ങിയ ആശയങ്ങൾ വ്യാപിപ്പിക്കണമെന്ന അമേരിക്കൻ നയങ്ങളെ വിയറ്റ്നാം സംശയത്തോടെ കാണുന്നതും അതുകൊണ്ട് തന്നെയാണ്. ഇവ വെറും മൂല്യപ്രഖ്യാപനങ്ങളായി മാത്രം കാണാതെ രാജ്യത്തിന്റെ ആഭ്യന്തര സംവിധാനങ്ങളെ ദുർബലപ്പെടുത്താനുള്ള ഉപാധികളായി ഉപയോഗിക്കപ്പെടണമെന്ന ഭയം വിയറ്റ്നാമീസ് സൈനിക നേതൃത്വത്തിന് ഉണ്ട്. മനുഷ്യാവകാശ വിഷയങ്ങളിൽ വിയറ്റ്നാമിനെ ലക്ഷ്യമിട്ട് തുടർച്ചയായി ഉയരുന്ന വിമർശനങ്ങൾ ഈ ആശങ്കകൾക്ക് കൂടുതൽ ഊർജം നൽകുന്നു. ഈ റിപ്പോർട്ടിനെ കുറിച്ച് വിയറ്റ്നാം ഔദ്യോഗികമായി പ്രതികരിക്കാതിരുന്നതും ഒരു തന്ത്രപരമായ മൗനമായാണ് വായിക്കപ്പെടുന്നത്. പ്രതികരിക്കേണ്ടതെല്ലാം രേഖകളിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞുവെന്ന ആത്മവിശ്വാസമാണ് അതിന് പിന്നിൽ. മറുവശത്ത് പുറത്തുനിന്നുള്ള വിശദീകരണങ്ങളും പ്രസ്താവനകളും വിയറ്റ്നാമിന്റെ ആശങ്കകളെ കുറിച്ചുള്ളതല്ലെന്നാണ് യാഥാർത്ഥ്യം. ക്യൂബ, വെനസ്വേല തുടങ്ങിയ രാജ്യങ്ങളോട് സ്വീകരിച്ച കടുത്ത നിലപാടുകൾ വിയറ്റ്നാം സൂക്ഷ്മമായി നിരീക്ഷിച്ചിട്ടുണ്ടെന്ന് നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു. അമേരിക്കയ്ക്ക് ഇഷ്ടമല്ലാത്ത ഭരണകൂടങ്ങളെ സമ്മർദ്ദത്തിലാക്കുകയോ അസ്ഥിരപ്പെടുത്തുകയോ ചെയ്യുന്ന പ്രവണതകൾ വിയറ്റ്നാമിന്റെ ഭയങ്ങൾക്ക് സിദ്ധാന്തപരമായ അടിത്തറ മാത്രമല്ല, യാഥാർത്ഥ്യപരമായ ഉദാഹരണങ്ങളും നൽകുന്നു. അതിനാൽ തന്നെ ജാഗ്രത വിയറ്റ്നാമിന് ഒരു തിരഞ്ഞെടുപ്പല്ല, മറിച്ച് അതൊരു ആവശ്യമാണെന്ന് ഈ പശ്ചാത്തലം വ്യക്തമാക്കുന്നു. വിദഗ്ധരുടെ വിലയിരുത്തലിൽ വിയറ്റ്നാം ഇന്ന് ഒരു സൂക്ഷ്മമായ തന്ത്രപരമായ സന്തുലിതാവസ്ഥയിലാണ്. സാമ്പത്തികവും നയതന്ത്രപരവുമായ ബന്ധങ്ങൾ വികസിപ്പിക്കുമ്പോഴും സ്വന്തം സുരക്ഷയും രാഷ്ട്രീയ സ്വാതന്ത്ര്യവും ഒരു നിമിഷം പോലും വിട്ടുകൊടുക്കാൻ തയ്യാറാകാത്ത സമീപനമാണ് വിയറ്റ്നാം സ്വീകരിക്കുന്നത്. ഈ സന്തുലിതാവസ്ഥ തകർക്കുന്ന ഏതൊരു ബാഹ്യ ഇടപെടലും ശക്തമായ പ്രതിരോധ ചിന്തയാണ് വിയറ്റ്നാം മുന്നോട്ട് വെക്കുന്നത്. അവസാനമായി, വിയറ്റ്നാം അമേരിക്കയെ ആക്രമിക്കാൻ പദ്ധതി ഇട്ടിരുന്നുവോ എന്ന ചോദ്യം അപ്രസക്തമാണ്. കൂടുതൽ പ്രസക്തമായ ചോദ്യം ഇതാണ്: എന്തുകൊണ്ടാണ് വിയറ്റ്നാം ഇനിയും ജാഗ്രത കൈവിടാത്തത്? അതിനുത്തരം ചരിത്രം തന്നെ നൽകിയിട്ടുണ്ട്. സൗഹൃദങ്ങൾ മാറാം, കരാറുകൾ പുതുക്കപ്പെട്ടേക്കാം, എന്നാൽ യുദ്ധത്തിലൂടെ പഠിച്ച പാഠങ്ങൾ ഒരു ജനതയും എളുപ്പത്തിൽ മറക്കില്ല. അതുകൊണ്ട് തന്നെ
വിയറ്റ്നാമിനെ സംബന്ധിച്ച് സൗഹൃദത്തെക്കാൾ വലുതാണ് മുൻകരുതൽ. അത് ദൗർബല്യമല്ല, അതാണ് നിലനിൽപ്പിന്റെ രാഷ്ട്രീയം.